ഇപ്പം നമുക്കൊക്കെ ഉള്ള പോലെ പാടം, ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്, ഇവിടെ പോത്തുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇനി ഒരു കൗതുകം, ശരിക്കും ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ്? ഞാൻ വെറുതെ ചെയ്താണ്, രസമുണ്ട് അത്. ഓക്കെ, അവിടെ നിന്നിട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ എനിക്ക് ഒരു കാര്യം പറയാൻ വെച്ചാൽ, ഞാൻ ഈ ഫാൻ പേജുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ക്ലെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ്? ഞങ്ങളുടെ അണ്ണനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്, സ്റ്റാർഡം കണ്ടില്ലടാ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും ഒരു കമ്പാരിഷൻ ഉണ്ടാവും, ചെറിയ ചെറിയ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കൗതുകം, ശരിക്കും ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ്? അങ്ങനെ സെർച്ച് ചെയ്തെത്തിയത് അതിനേക്കാൾ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലാണ്. അതൊരു മരണ വാർത്തയായിരുന്നു. 2009 ജൂൺ 25 ഒരു വ്യക്തി മരിച്ചു. അപ്പോൾ അയാളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഗൂഗിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൻ്റെ സെർവറിന് അത് താങ്ങുന്നതിനേക്കാൾ അധികമായിരുന്നു. അങ്ങനെ ഗൂഗിളിൻ്റെ സെർവർ അത് ക്രാഷ് ആയി. ശരിക്കും ഗൂഗിൾ വിചാരിച്ചത് ഇതേതൊരു സൈബർ അറ്റാക്കാണ്, അതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അവർ ആ പേരങ്ങോട്ട് ബ്ലോക്ക് ചെയ്തതാണ്. ഇത് ഈ ഗൂഗിളിൽ മാത്രമല്ല, വിക്കിപീഡിയയുടെ ചരിത്രത്തിൽ ഒരു ബയോഗ്രഫി സെർച്ച് ചെയ്ത് ഇത്രയും വലിയ ട്രാഫിക് വരുന്നത് ആദ്യമായിട്ടാണ്. അതേപോലെ തന്നെ ട്വിറ്ററിൽ മിനിറ്റിന് 5,000 എബോവ് ട്വീറ്റ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാവരും ഒരു അരമണിക്കൂർ നേരത്തേക്ക് ബ്ലോക്ക് ആക്കി. അത്രയധികം പേര് ഒരേപോലെ സെർച്ച് ചെയ്ത ആ വ്യക്തി മറ്റാരുമല്ല, ദി കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ. 1958 തൻ്റെ അച്ഛനും അമ്മയുടെ 7ാമത്തെ പുത്രനായിട്ടാണ് ജാക്സൺ ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ചൊരു 5ാമത്തെ വയസ്സ് മുതൽ തന്നെ പാടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ഈ കുട്ടിക്കാലാണ്. ഇപ്പോൾ നമുക്കൊക്കെ ഉള്ള പോലെ അല്ലേ, പാടം, ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്, ഇവിടെ പോത്തുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള എൻജോയ്മെൻറ്റ്, ചെറിയ തമാശകളൊക്കെ അതിന് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം കർശനമായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു അതിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ട്രെയിനിങ് ഒക്കെ പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ പോലും ഈ പട്ടാളച്ചിട്ട പോലെയാണ്. ജാക്സൺ പറയുന്നത് പുള്ളിക്കൊരു ട്രോമ ഉണ്ടായിരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛനിങ്ങനെ വന്നിട്ട് ബെൽറ്റിങ്ങനെ ഊരിയെടുക്കും, പിന്നെ കറക്കിട്ട് പിടിച്ചിട്ട് അടിക്കും. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരുന്നത്. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ജാക്സൺ 5 എന്ന് പറഞ്ഞ ബാൻഡ് ഫോം ചെയ്തു. 1971 ഐ വാണ്ട് ബാക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്തു. 1972 ജാക്സൺ തന്നെ ബെൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഒരു ടൈറ്റിൽ സോങ് ചെയ്തു. 8ാമത്തെ വയസ്സിലാണ് ജാക്സൺ തന്നെ ബാൻഡിലെ ലീഡ് സിംഗർ ആയത്. 1977 ദി വിസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് പുള്ളി അഭിനയിച്ചു. പടം ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ക്വിൻസി ജോൺസ് പറഞ്ഞ മ്യൂസിക് പ്രൊഡ്യൂസറെ പുള്ളി മീറ്റ് ചെയ്തു. അദ്ദേഹം വഴി 1979 തൻ്റെ സോളോ ഫസ്റ്റ് ആൽബം ഓഫ് ദി വാൾ അദ്ദേഹം റിലീസ് ചെയ്തു. അതിനകത്ത് കുറേ കിഡ്ലൻ ട്രാക്സ് ഉണ്ടെങ്കിലും ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് എനഫ് പറഞ്ഞ പാട്ടില്ല, അടിപൊളി പാട്ടാണ്. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കേൾക്കാറുള്ള പാട്ടാണ്. കുറേ കാലം എൻ്റെ മ്യൂസിക് റിംഗ് ടോണൊക്കെ ആയിരുന്നു. ആൽബം 1 ഹിറ്റ് ആയിരുന്നെങ്കിലും അതിനേക്കാളൊക്കെ വേറെ ലെവലൊരു ആൽബം ഇറങ്ങി. 1982 ഇറങ്ങിയ ത്രില്ലർ ഇറങ്ങി. അതുവരെ സംഗീത ലോകം കാണാതെ അത്ര വലിയ ഹിറ്റ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ചു. കാരണം ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന മ്യൂസിക്കൽ ആൽബം. 8 ഗ്രാമി അവാർഡ്സാണ്. അതൊക്കെ അത്ഭുതമായിരുന്നു ആ സമയത്ത്. അതിൽ കുറച്ച് ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ട്. ബില്ലി ജീൻ, ബീറ്റൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഈ ബില്ലി ജീൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായി തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള മൂൺ വാക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്തത്. ഈ ത്രില്ലർ 1 ഹിറ്റായിട്ട് പുള്ളിനെ അടിച്ചിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അദ്ദേഹം ഒരു പെപ്സിയുടെ ആഡ് ചെയ്യുന്നത്. പക്ഷേ അവിചാരിതമായിട്ടൊരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേസിലൊക്കെ ഒരു ഭാഗം കരിഞ്ഞുപോയി, ഹെയറൊക്കെ കരിഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കാൻ തുടങ്ങി. അവിടെ തൊട്ടിട്ടാണ് ജാക്സൻ്റെ മൊത്തത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ശരീരം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് പോലും കാരണമാക്കിയ ആ സംഭവം നടക്കുന്നതിനെ തുടക്കം എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു. അദ്ദേഹം ഈ പെയിൻ കില്ലേഴ്സ് എടുത്തെടുത്ത് അതിനൊരു ചെറിയൊരു അഡിക്ഷൻ സംഭവിച്ചതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. ഈവൻ മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ വയറ്റിലാകെ പെയിൻ കില്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരണത്തിൻ്റെ കാര്യം പോട്ടെ, ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം ഏകദേശം 3000 ഏക്കർ വരുന്ന വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഉള്ളിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ ഉണ്ടായിരുന്നു പറഞ്ഞത്. ഹീൽ ദ വേൾഡ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അദ്ദേഹം ഉണ്ടാക്കി. അതുവഴി ക്യാൻസർ പേഷ്യൻസിന് ചാരിറ്റി അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. തന്നെ നെവർലാൻഡിലേക്ക് അദ്ദേഹം കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ട്രീറ്റ്സ് ഒക്കെ അദ്ദേഹം കൊടുക്കാറുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം നെവർലാൻഡിലേക്ക് കുട്ടികളെ വിളിച്ചു കൊണ്ടുപോവുക, അവരെ സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസസിന് വിധേയമാക്കി എന്നൊക്കെയുള്ള അലിഗേഷൻസ്. അങ്ങനെ ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ഒന്നുകൂടെ കഴിഞ്ഞു. ആദ്യത്തെ അദ്ദേഹം പറഞ്ഞു ഓക്കെ, പണം കൊടുത്ത് ഒഴിവാക്കുന്ന രീതിയിൽ അദ്ദേഹം ഒഴിവാക്കി. അതൊരു അലിഗേഷൻ ആയിരുന്നെങ്കിൽ പോലും, കാരണം അത് പ്രൂവണല്ല. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു ഇതെന്തായാലും നമുക്ക് കോടതി വഴി സമീപിക്കാം, കാരണം അദ്ദേഹത്തിന് ഒരു ഇന്നസെൻസ് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാനുള്ളല്ലോ. പക്ഷേ കോടതി പ്രൊസീജിയേഴ്സ് നമുക്കറിയാമല്ലോ, ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ഏകദേശം 3 മാസത്തോളം എടുത്ത സമയത്ത് അദ്ദേഹം ഡെയിലി കോടതിയിൽ വന്ന് കയറി ഇറങ്ങി. അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയി. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ പെപ്സിയുടെ ആഡ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കാറുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ അദ്ദേഹം നിൽക്കുമ്പം കൂടുതലായിട്ട് അഡിക്ഷൻ വന്നു തുടങ്ങി. എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രത്യേക ലൈഫ് സ്റ്റേജിലേക്ക്, അതിപ്പോൾ നമുക്ക് തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഈ ലോൺലിനെസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് അദ്ദേഹം പോയി ഭയങ്കരമായിട്ട്. പാവം അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 1987 അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം ഇറങ്ങി, ബാഡ്.
ഗംഭീര ആൽബമായിരുന്നു. അതിൽ ബാഡ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ മാർട്ടിൻ സ്കോർസെസിയാണ്, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാൾ. ബാഡ് എന്ന് പറഞ്ഞ പാട്ടുണ്ടായിരുന്നു. സ്മൂത്ത് ക്രിമിനൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, എമ്മാതിരി പാട്ട് അറിയും. അതിൻ്റെ അകത്ത് അദ്ദേഹം ആൻറ്റി ഗ്രാവിറ്റി ലീ എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നു ഡാൻസ്. അതായത് നമ്മളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ബോഡീനെ ബെൻഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് എണീറ്റ് വരിക. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഷൂ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു. താഴെ ഹീലിൻ്റെ അവിടെ ഒരു സംഭവമുണ്ട്, നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. ഗംഭീര വിഷ്വൽസാണ് അതിൻ്റെ. ആ ഒരു സാധനം ചെയ്തതിന് വേണ്ടിയിട്ട് ജാക്സന് പാറ്റന്റ് കിട്ടിയായിരുന്നു. ഇത് നിങ്ങളെല്ലാവരും കണ്ടുള്ളൊരു പോസായിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഡേഞ്ചറസ് പറഞ്ഞ പാട്ടിലൊരു മെയിൻ സാധനമാണ്. 1992 ഡേഞ്ചറസിൻ്റെ ആൽബം റിലീസ് ചെയ്ത്, അതും വമ്പ ഹിറ്റ്. അതിനുശേഷം 1993 എല്ലാവരും ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്, ജാക്സന്റെ സ്കിന്നിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മൊത്തത്തിൽ വൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻസ് ഈ പറഞ്ഞ മൊളസ്റ്റേഷൻ കേസിന് പകരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തനിക്ക് വിറ്റിലിഗോ എന്ന് പറഞ്ഞ അസുഖമാണ്, അതായത് പാണ്ട് പോലത്തെ ഒരു സംഭവം. അപ്പോൾ അത് കാരണം താൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. പക്ഷേ അതാണെങ്കിലും ജാക്സൺ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഇത് കൂടാതെ തന്നെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ട്രോമാസും കാര്യങ്ങളൊക്കെ ഇതിനൊരു റീസൺ ആയിട്ടുണ്ടാവും. മേ ബി താൻ കറുത്തവനാണ്, തനിക്ക് കണ്ണാടി നോക്കുമ്പോൾ പോലും ഈവൻ തൻ്റെ അച്ഛൻ പോലും എന്നെ കളിയാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ആളുകൾ പറയുന്നത്. എനിവേ, ജാക്സൺ ഒരുപാട് അത്തരത്തിലുള്ള കംപ്ലയിൻസും കാര്യങ്ങളും, ജാക്സൺ റേസിസത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അലിഗേഷൻസ് വീണ്ടും വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരുപാട് ആൽബംസ് ഒക്കെ റിലീസ് ചെയ്തെങ്കിലും ഒരു 8 വർഷത്തോളം പിന്നീട് ഒരു ഗ്യാപ്പ് എടുത്തു. മേ ബി ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആണെന്നാണ് ആളുകൾ പറയുന്നത്. റിപ്പോർട്ട്സ് വലുതും അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ 2009 അദ്ദേഹം വീണ്ടും വരുന്ന ഒരു വലിയൊരു ന്യൂസ് വരുന്നു. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം ചാർട്ട് ചെയ്തൊരു 10 ഷോസ് ആയിരുന്നു. പക്ഷേ അത് ആരാധകരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും അവരുടെ തിരക്കും കാരണം 10 എന്നുള്ളത് 50 മാറിപ്പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അന്നേരത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഡൗൺ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരുന്ന ആ ഒരു ഫാൻസ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാം നിരാശയായിട്ടുള്ളൊരു വാർത്തയിൽ വന്നിരുന്നു. കാരണം അദ്ദേഹം 2009 ജൂൺ 25 മരണപ്പെടുകയാണ്. പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പെയിൻ കില്ലേഴ്സിൻ്റെ ഒക്കെ ഓവർഡോസ് ആയിരുന്നു. ജാക്സന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനെതിരായിട്ടുള്ള പല അലിഗേഷൻസും കോടതി തന്നെ ഫേക്കാണെന്ന് തള്ളിക്കളയുണ്ടായി. പാട്ടോ ഡാൻസോ അറിയാത്ത ആളുകൾക്ക് പോലും മൈക്കിൾ ജാക്സൺ എന്ന പേരറിയാം. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് യാതൊരു കുറവുമില്ല. ഇപ്പോഴും ആളുകൾ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ആ മനുഷ്യൻ്റെ ലെഗസി. ഈ ഓഗസ്റ്റ് 29 ആ ലെജൻഡിൻ്റെ പിറന്നാളാണ്. ഈ ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തിനെ വീണ്ടും ഒന്നുകൂടി ഓർമ്മ.